8 ഷറത്തിന്റെയും 8 അടയാളത്തിലെയും ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് അസാനി, രണ്ടാമത്തേത് എന്താ അറിയോ? അല്ലാ യറ ഫർള കിഫായത്തിൻ അഹമ്മ മിനൽ മുനാളറത്തിയും. ഫർള് കിഫായ എന്ന് പറഞ്ഞ സാമൂഹ്യ കടപ്പാടുമായി തീർക്കേണ്ട സാമൂഹ്യ ബാധ്യതകൾ, അങ്ങനെയുള്ളതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിനേക്കാൾ മുഖ്യമായതായി അതിനെ കാണാതിരിക്കുക, ഇത് രണ്ടാമത്തതാണ്. അപ്പൊ അതല്ല വിഷയം, മുനാളറയാണെന്ന് കണ്ടെത്തും. അപ്പൊ അഹമ്മു, അപ്പോൾ അഭിപ്രായപ്പെടുകയാണെങ്കിൽ മാ ഒന്ന്, വാ ഒന്ന് അഹമ്മു, അതാണ് എന്തുള്ളത് അറിയാമോ മുഖ്യമായത്, അതാണ് അഭിപ്രായപ്പെടുകയാണെങ്കിൽ. എന്നിട്ട് അല വൈറഹു, മുഖ്യമായത് കണ്ടിട്ട് അതല്ലാത്തതും പ്രവർത്തിക്കും ചെയ്തു, മുഖ്യമായത് കാണും ചെയ്തു. അപ്പൊ മുഖ്യമായതിനെ ഒഴിവാക്കി. അങ്ങനെ ചെയ്താൽ അസ ബി ഫിഇലിഹി, അങ്ങനെ ആ മുഖ്യമായത് ഒഴിവാക്കി മറ്റത് ചെയ്തു. ആ ചെയ്തത് കാരണമായി അവൻ കുറ്റക്കാരനായി എന്ന് പറഞ്ഞാല് ഫർള് കിഫ മുഖ്യമായത് കണ്ടില്ല, മുനാളറ മുഖ്യമായി കണ്ടു, എന്നിട്ട് മാറുന്നു ചെയ്തു. അതിന് ഉദാഹരണം പറയുക, കാന മിസാലുഹും, ഈ പറഞ്ഞതിന്റെ ഉദാഹരണം മിസാലമ്മൻ, ഒരുത്തനെ പോലെയാണ്. എങ്ങനത്തെ ഒരുത്തൻ? അപ്പൊ ഇവന്റെ മിസാല് ഒരുത്തനെ പോലെയാണ്. യറ, അവൻ അഭിപ്രായപ്പെടുന്നു, കണ്ടു, ജമാഅത്തൻ, ഒരു സംഘത്തെ കണ്ടു, മിനൽ ഉത്താസ്, ഉത്താസിൽപ്പെട്ടതായിരിക്കുന്ന ഒരു സംഘത്തെ കണ്ടു. ദാഹിച്ചു പറഞ്ഞ മനുഷ്യന്മാരാണ്, അവരെ കണ്ടു. അങ്ങനെ അഷ്റഫു അലൽ ഹലാക്കി, നാശത്തിന്റെ മേലിൽ അവർ വെളിപ്പെട്ടിരിക്കുന്നു, അവർ നശിക്കാൻ അടുത്തിരിക്കുന്നു, മരിക്കാൻ. അങ്ങനെയുള്ളൊരു സംഘത്തെ അവൻ കണ്ടു. എന്നിട്ട് വഖദ് അഹ്മലഹുമുന്നാസു, ഈ ജനങ്ങളെ ഈ കണ്ട സംഘത്തെ, അതായത് ഇവിടെ മരിക്കാൻ അടുത്ത് ദാഹിച്ചു പറഞ്ഞ ഈ സംഘം ജനങ്ങൾ അവരെ കൈവടിഞ്ഞു, ഒരു ഒഴിവാക്കിയിട്ടു. വഹുവ ഖാദിറുൻ അല അൻഹ, വഹുവ ഖാദിറുൻ അല ഇഹ്യാഇഹിം, എത്തരത്തിൽ ഈ ദാഹിച്ച് വലഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ഈ സംഘത്തെ ജീവിപ്പിക്കുവാൻ, ജീവൻ നൽകാൻ അവന് കഴിയും. എങ്ങനെ? ബിഅൻ യുസ്ഖിയഹുമുൽ മാഅ, അവർക്ക് അവൻ വെള്ളം കുടിപ്പിക്കുക. ദാഹിച്ചവർക്ക് വെള്ളം എടുത്തു കൊടുത്ത് കുടിപ്പിച്ചാൽ അവർ ജീവൻ തിരിച്ചു കിട്ടും. അങ്ങനെ ചെയ്യാൻ ഇവന് കഴിവുണ്ടായിരിക്കെ ജനങ്ങൾ ഒഴിവാക്കി ഇവരെ വെടിഞ്ഞു. ഇപ്പൊ അവന്റെ മേലിലെ ബാധ്യതയാണ്. ഇത് അഹമ്മ ഒരു കാര്യമാണ്. എന്നിട്ടോ ഫസ്തഅല ബിതഅല്ലുമിൽ ഹിജാമത്തി, എന്നിട്ടും കൊമ്പ് വെക്കുന്ന രീതി എങ്ങനെയാ പഠിക്കാൻ വേണ്ടി ജോലിയായി. അപ്പൊ ദാഹിച്ചു വരഞ്ഞ മനുഷ്യന്മാർക്ക് വെള്ളം കൊടുത്ത് അവിടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു സംഗതിയാണ്. അതവൻ കണ്ടിരിക്കെ അത് മാറ്റി വെച്ചിട്ട് അതിനേക്കാൾ മുഖ്യമായത് ഇപ്പൊ കണ്ട എന്താ? കൊമ്പ് വെച്ച് പഠിക്കാന്ന്. അപ്പൊ ആ കൊമ്പ് വെക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അത് പഠിക്കൽ കൊണ്ട് അവൻ ജോലിയായി. എന്നിട്ട് അവൻ പറയുകയും ചെയ്യുന്നു, അന്നഹു മിൻ ഫുറുദിൽ കിഫായാത്തി, ഈ കൊമ്പ് വെക്കല് ഫർള് കിഫയിൽ പെട്ടതാണെന്നും പറയുന്നുണ്ട്. വലോ ഖലൽ ബലദു അൻഹാല ഹലക്കന്നാസ്, ഈ കൊമ്പ് വെക്കുക എന്ന പരിപാടി ഒരു നാട്ടിലില്ല എങ്കിൽ, അത് അറിയുന്ന ഒരു വൈദികൻ ഇല്ലായിരുന്നുവെങ്കിൽ അത് സംബന്ധമായിട്ട് ചെയ്യാതെ ജനങ്ങൾ നശിക്കുമായിരുന്നല്ലോ. അപ്പൊ നശിക്കാൻ പാടില്ല. അപ്പൊ എന്ത് വേണം? ഇവിടെ കൊമ്പ് വെച്ച് പഠിക്കണം, ദാഹിച്ചു വലഞ്ഞുള്ള മരിച്ചോട്ടെ എന്ന് കരുതാൻ പാടില്ല. കാരണം ഫർള് കിഫയായിരിക്കുന്ന ഹിജാമത്തിനെന്താണ്? ഹിജാമത്തിനേക്കാളും ഏറ്റവും മുഖ്യമായതും ഫർള് ഐനായതും ഈ ദാഹിച്ചു പറഞ്ഞ ആൾക്കാരെ ദാഹം മാറ്റലാണ്. അതൊന്നും ചെയ്തില്ല, കുറ്റക്കാരനായില്ലേ. എന്നിട്ട് പറയട്ടെ, വൈദാ ഖീലലഹു, ഇവനോട് പറയപ്പെടും ചെയ്തു, ഫിൽ വലതി, എവിടോ കുട്ടി നാട്ടിലുണ്ടല്ലോ, ജമാഅത്തു മിനൽ ഹുജ്ജാമീന, ഇങ്ങനെ കൊമ്പ് വെക്കാൻ പറ്റുന്ന അനേകം ആളുകൾ ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാ പൂജ പഠിക്കണത്? ഓ ഫീഹിം ഉന്യത്തുൻ, അവർ തന്നെ ധാരാളം ഇവിടെ ഉണ്ടായിരിക്കെ, അവർ മതി ഇവിടെ എന്നിരിക്കെ പിന്നെ എന്തിനാ പഠിച്ചെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചാൽ പോയക്കോലു, അപ്പൊ ഇവൻ പറയും, ഹാദാ, ഇത് ലാ യുഖ്രിജു ഹാദൽ ഫിഇല, അപ്പോ എന്തു ചെയ്യൂല ഈ പറഞ്ഞത്. അപ്പോ ലാ യുഖ്രിജു ഹാദൽ ഫിഇൽ അൻ കൗനി ഫർള് കിഫായ, ഇത് ഫർള് കിഫയായിരിക്കുക എന്നതിനെ തൊട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പണി ഉണ്ടല്ലോ, ഈ പണി പുറത്തു പോകുമോ? പുറപ്പെടുവിക്കൂല. അത് ഫർള് കിഫയെ തൊട്ട് പുറത്താക്കൂല ഇപ്പൊ ഞാൻ പഠിക്കുന്ന പണി എന്ന് അവൻ പറയും ചെയ്യും. ഇങ്ങനെ ഓരോ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ
വയുമിലു അൽ ഇസ്തിആല ബിൽ വാഖിയത്തി അൽ മുലിമ്മത്തി ബിജമാഅത്തിൽ ഇതാസ് മിനൽ മുസ്ലിമീന. മുസ്ലിം സംഘത്തിൽ നിന്ന് ദാഹിച്ചു വലഞ്ഞ സംഘം, ആ സംഘത്തിന് എന്താണെന്നറിയാമോ? വിപത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിപത്ത് ഇറങ്ങിയതായിരിക്കുന്ന സംഗതി കൊണ്ട് ജോലിയാവേണ്ടടുത്ത് ജോലിയാവാതെ ഒഴിവാക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ട് കൊമ്പ് വെക്കുക എന്ന് പോലത്തെ പണി പഠിച്ച മനുഷ്യൻ, ഇവന്റെ അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ കഹാരിൽ മുസ്തഖിലി ബിൻ മുനാലറത്തി, മുനാലറ കൊണ്ട് ജോലിയായവനെ പോലെയായിപ്പവൻ എന്നിവരെ കുറിച്ച് പറയാനുള്ളൂ. ഒഫിൽ ബലദി, എത്തരത്തിൽ നാട്ടിലുണ്ട്. കിഫായാത്തിൽ ഒരുപാട് പറഞ്ഞു കിഫായുണ്ട്. ഒരുപാട് പറന്ന് കിഫയകൾ നാട്ടിലുണ്ട്. എങ്ങനത്തെ പറന്ന് കിഫയകള്? മുഹമ്മലത്തുൻ, മടക്കാക്കി കിടക്കുന്ന ഒഴിവാക്കപ്പെട്ട ഒരുപാട് പറന്ന് കിഫ നാട്ടിലുണ്ട്. ലാ ഖായിമ ബിഹ, അത്തരം പറന്ന് കിഫ കൊണ്ട് ആരും നിൽക്കണില്ല. എന്നിരിക്കെ ഇവ മുനാദറ കൊണ്ട് ചെയ്തു പോകുന്നു. ഇത് വലിയൊരു അപകടം പിടിച്ച പണിയാകുന്നു. അമ്മൽ ഫത്വ, അപ്പൊ പിന്നെ ഫത്വ എന്നുള്ളത് ഫഖദ് ഖാമ ബിഹ ജമാഅത്തുൻ, ഒരു പറ്റം ആളുകൾ ഈ ഫത്വ കൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു കൊടുക്കുന്നുണ്ട്. വലാ യഖ്ലു ബലദും മിൻ ജുംലത്തിൽ ഫുറൂദിൽ മുഹ്മല, മുടക്കാക്കപ്പെട്ടതായിരിക്കുന്ന ഫർദ് കിഫയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നാടും എന്താവൂല, വഴിവായി പോകുന്നതിലൊക്കെ ഉണ്ടാകും. വലാ യൽതവിദുൽ ഫുഖഹാഉ ഇലൈക, അങ്ങനെ ഫർദ് കിഫ മുടങ്ങിക്കിടക്കുന്ന നാടുകളിലേക്ക് ഫുഖാക്കളാകും തിരിഞ്ഞു നോക്കുകയുമില്ല. അങ്ങനെ എത്രയോ ഉണ്ട്. വഅഖറബുഹ, അവകളിൽ ഏറ്റവും അടുത്തത് എന്താ? തിബ്ബാകുന്നു. കാരണം എന്താ? തിബ് ലാ യൂജദു ഫീ അക്തൽ ബിലാദി, നാടുകളിൽ അധിക നാടുകളിലും കിട്ടൂല. തബീബും മുസ്ലിമുൻ, ഒരു മുസ്ലിമായിരിക്കുന്ന ഡോക്ടറെ കിട്ടൂല. അപ്പൊ യജൂസു, എങ്ങനത്തെ മുസ്ലിമായ ഡോക്ടർ? ഇഅ്തിമാദു ഷഹാദത്തിഹി ബിമാ യുഅവ്വലു ഫീഹി അലാ ഖൗലി തബീബി ശർഅൻ, ശർഇൽ ഒരു ഡോക്ടറുടെ വാക്കിനെ ചാരണം കൊള്ളപ്പെടാൻ പറ്റും. അങ്ങനെയുള്ളതിൽ സാക്ഷിക്ക് ചാരണം കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഡോക്ടറെ പോലും അധിക നാടുകൾ കിട്ടാനില്ലല്ലോ. അതില്ലാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ഡോക്ടറേറ്റ് പഠിക്കലാണ് ഏറ്റവും നല്ലത്. വലാ യർഗബു അഹദുൻ മിനൽ ഫുഖഹാഇ ഫിൽ ഇസ്തിഗാലി ബിഹി, എന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഇവിടെ. എന്നാ ഡോക്ടറേറ്റ് ജോലിയാവുക എന്ന വിഷയത്തിൽ ഫുഖഹാക്കളിൽ ഒരാളും ആഗ്രഹിക്കണമില്ല. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് പറന്ന് കിഫയുണ്ട്, അതുകൊണ്ട് ജോലിയാവാം. മുങ്കർ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നൽകാര്യങ്ങളെ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള തടുക്കലും. കിഫായാത്തി, അതും പറന്ന് കിഫയിൽ പെട്ടതാണല്ലോ. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒരാവശ്യമല്ല. മുനാദിറു, ചിലപ്പോൾ ഈ തർക്കിക്കുന്ന ആളാകും ഫീ മജ്ലിസി മുനാദറത്തിഹി, അവന്റെ തർക്ക സദസ്സിൽ മുശാഹിദൻ ലിൽ ഹരീരി മൽബൂസൻ, ഒരു പട്ട് ധരിക്കപ്പെട്ടതായിട്ട് നേർക്കുനേർ അവൻ കാണുന്ന ആളായിരിക്കും. മഫറൂഷൻ, അതുപോലെ വിരിക്കപ്പെട്ടതായിട്ടും ധരിക്കപ്പെട്ടതായിട്ടും പട്ടിന് നേർക്കുനേർ അവൻ കാണുന്നുണ്ട് തർക്കിക്കുന്ന ആള്. ഓഹോ സാക്കിത്തുൻ, എത്തരത്തിൽ ഈ തർക്കിക്കുന്ന ആൾ അതിനെപ്പറ്റി മിണ്ടുന്നില്ല, അത് ഹറാമെന്ന് പറയൂല. ഒരിക്കലും സംഭവിക്കാൻ യോജിച്ചു വരാത്ത, അത് ഒരിക്കലും സംഭവിക്കൂല, അങ്ങനെ സംഭവിക്കൽ യോജിച്ചു വരാത്ത ചില മസ്അല ഉണ്ടാവും. അത്തരം മസ്അല തർക്കിക്കാൻ നിൽക്കും. ഇവിടെ തെറ്റ് നടക്കേണ്ടതുണ്ട്, അത് ചെയ്യൂല. വയും വക്കായത്ത് കാമബിഹി ജമാഅത്തു മിനൽ ഫുഖഹാഇ, ഇനി ഇത്തരം കുറവ് മസ്അല കൊണ്ട് ഫുഖഹാക്കളിൽപ്പെട്ടതായിരിക്കുന്ന ഒരു സംഘം ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് വെക്കുക. അത് നിറവേറ്റോടെ ആൾക്കാരുണ്ട് മുനാദറ കൊണ്ട്. എന്നിരിക്കെ സുമ്മയസ്അമു, എന്നിട്ടും പറയും എന്ത്? അന്നഹു യുരീദു അൻ യതഖറബ ഇലല്ലാഹി തആല ഫുറൂദുൽ കിഫായാത്തി, ഫർദ് കിഫകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം, ഇതാണ് അവന്റെ ഉദ്ദേശം എന്നവൻ പറയുന്നുണ്ട്. അവൻ മുനാദറ കൊണ്ട് ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, എന്നിട്ട് ഓത പഠിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവരുടെ ലക്ഷ്യം എന്താ? ഇതുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ തേടുന്നു, മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നഹിയുൻ അനിൽ മുങ്കറും അംറുബിൽ മഅറൂഫും ഇവിടെ മുടക്കായി കിടക്കുകയാണ്. അതിലേക്കൊന്നും പോവാതെ ഒരു തർക്കത്തിലേക്ക് ജീവിക്കുന്ന ലോകമാണിപ്പോ. അവർ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, വഖത്ത് റവ
അല്ലെങ്കിൽ വഖദ് റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അനസ് റളിയല്ലാഹു തആല അൻഹു, അങ്ങനെയല്ല വഖദ് റവ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു എന്ത് അന്നഹു ഖീല യാ റസൂലല്ലാഹ്, വിഷയമായിട്ട് നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ മത്താ യുത്റകുൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കലും തെറ്റായ കാര്യം തടുക്കലും ഇത് രണ്ടും ഉപേക്ഷിക്കപ്പെടൽ എപ്പോഴാണെന്ന് ചോദിച്ചു. അത് നടക്കൂലല്ലോ, അതെന്താണ് ചോദിച്ചു. ഖാല അലൈഹിസ്സലാം, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറത്തിൽ മുദാഹനത്തു ഫീ ഖിയാരിക്കും, നിങ്ങളെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ട്, അപ്പൊ നല്ലവരിൽ എന്താണെന്നറിയാമോ, സോപ്പിട്ട് ജീവിക്കുക, എല്ലാവരും സോപ്പിട്ട് ജീവിക്കുന്ന പരിപാടി, അപ്പൊ കണ്ണിയുമ്പോ ഇങ്ങനെ ഒരു മുലായനത്തിന്റെ രീതി നടത്തും, ഒരു മയമായ പെരുമാറ്റം, അപ്പൊ പിന്നെ എന്ത് ചെയ്യൂല, തടുക്കാനൊന്നും പോലെ കൽപ്പിക്കാനും പോലെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കും, എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. ആ രൂപം വെളിപ്പെട്ട് വന്നാൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ തടുക്കാനും പോവില്ല, നല്ലോണ്ട് കൽപ്പിക്കൂല, അതൊന്നും ഈ പറഞ്ഞിട്ട് കാര്യമില്ലാതെ തള്ളും. ഓൽ ഫാഹിഷത്തു ഫിശ്ശിറാരിക്കും, വടക്കായത് നിങ്ങളെ നാശകാല കൂട്ടത്തിലുണ്ടാവുമ്പോ, അപ്പൊ വന്നല്ലോ. തഹവ്വലൽ മുൽക്കു ബി സിആരിക്കും, അതുപോലെ അധികാരമൊക്കെ നിങ്ങളെ ചെറിയ കുട്ടികളെ കയ്യിക്ക് വരും. ഓൽ ഫിഖ്ഹു ബി അറാദിരിക്കും, നിങ്ങളെ കൂട്ടത്തുനിന്ന് ഫിഖ് അറിയുന്ന ആൾക്കാർ നല്ലവരുണ്ടാകും, തമ്മാടികളായിരിക്കും. അപ്പൊ തമ്മാടിയുടെ കൈക്ക് ഫിഖ് വരിക, ഓലാണ് ഇൽമ് കൈകാര്യം ചെയ്യുക. ചെറിയ കുട്ടികളൊക്കെ അധികാരം വാഴുക, നാശകാരികൾ നാശം വിതറിക്കൊണ്ടിരിക്കുക, ഉന്നതന്മാരിൽ നല്ല കാര്യമൊന്നുമില്ല, സോപ്പിട്ട് ജീവിക്കുക, ഇങ്ങനെ എല്ലാ കാര്യവും പ്രകടമായി വന്നാൽ അവിടെ അംറും ബിൽ മഅറൂഫ് ഉണ്ടാവില്ല, നഹീൻ അനിൽ മുൻകർ ഉണ്ടാവില്ല എന്നാണ്.